അങ്ങനത്തെ വർക്ക് കഴിഞ്ഞ് നേരെ വിട്ടത് ഷോപ്പിങ്ങിലോട്ടാണ് കേട്ടോ. ഒരു കുട്ടി ഷോപ്പിംഗ്. എന്താണ് കാര്യം എന്നല്ലേ അത് പറയാം കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു ക്ലാഷ് ടോക്ക് ആഫ്റ്റർ ലോങ് ടൈം. പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എബിക്കുട്ടി ഇന്ന് ഫ്രണ്ട്സിനെല്ലാം കൂടിയിട്ട് ഒന്ന് ഗാദർ ചെയ്യിപ്പിക്കാം, സമ്മതിക്കല്ലേ, എല്ലാവർക്കും കൂടിയിട്ട് എന്നാൽ എൻജോയ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ബാർബിക്യൂ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അമ്മയപ്പം ഒന്നും അറിയണ്ട, ഞങ്ങളെല്ലാം ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാം റെഡി ആയിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. ബാർബിക്യൂടെ ഗ്യാസ് സിലിണ്ടർ എല്ലാം പോയി മാറ്റിക്കൊണ്ട് വന്നു ഇന്നലെ. ഇതെല്ലാം ഒന്ന് കഴുകി വെച്ചു. അമ്മ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മ എന്തെങ്കിലും പിള്ളേര് സെറ്റല്ലേ, അമ്മ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇച്ചിരി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മിസ്റ്റർ ജിജോ ഡാനിയൽ ഒന്ന് നോക്കൂ. മിസ്റ്റർ ജിജോ ഡാനിയൽ ഇവിടെ റിപ്പയറിങ്ങിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വാതിലൊക്കെ ചിലപ്പോൾ ചൂട് വന്നാലും അടയും, തണുപ്പൊന്നും അടയില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെങ്കിലേ ടിന്നിനെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ നമുക്കത് ഇങ്ങനെ ഫ്രൂട്ട് കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതായത് ഇങ്ങനത്തെ കുറെ ടിന്നിത് പീച്ചസിന്റെ, പൈനാപ്പിളിന്റെ, പിന്നെ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട് ഇടും. അങ്ങനെ നമ്മുടെ പിള്ളേര് സെറ്റിനൊക്കെ കൊണ്ടാക്കാനായിട്ട് പാരൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അവരോട് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നതിന് ശേഷം പെമ്പിള്ളേർ കറക്റ്റ് ടൈമിന് എത്തി കേട്ടോ. അവർ ഇപ്പോഴും ഓൺ ടൈമാണെന്ന് പറയാം നമുക്ക്. രനക്കുട്ടിയും ശ്രേയൻകുട്ടിയൊക്കെ കൂടിയിട്ട് അവരുടെ ടീം അവരുടെ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവർ ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്ടിലിറ്റിയിലാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പതുക്കെ എയർ ഫ്രൈയിലിട്ട് ഒന്ന് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ബാർബിക്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സ്പീഡിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. എല്ലാവരും വിശന്നല്ലേ വന്നത്. ബൈ ദ ടൈം രനക്കുട്ടി ഇവിടെ ശ്രേയും കൂടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് ഓഫ് നൂഡിൽ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൺപിള്ളേർ ഇപ്പം അങ്ങ് ടീം ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ട് ചടപടേന്നൊരു ബാർബിക്യൂ. നമ്മുടെ മക്കളെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ പാരൻസിനും ഉണ്ടാകുന്ന ഒരു വറിയാണ്, നമ്മുടെ കാലം കഴിഞ്ഞാൽ എങ്ങനെ ഇവർ ജീവിക്കും. അത് ഗോയിങ് ടു ബി റെസ്പോൺസിബിൾ. ബിക്കോസ് അവരെ നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, ദേ ആർ സോ കൂൾ. അവർ ഒന്നിനെ പറ്റിയും ബോധറേഷൻ ഇല്ല അവർക്ക്. അവർ ജസ്റ്റ് അങ്ങ് ജീവിക്കുമോ, അതാണ് വേണ്ടത്. പക്ഷേ അവരുടെ കാര്യം വരുമ്പോഴുണ്ടല്ലോ, ദേ വിൽ ബി റെസ്പോൺസിബിൾ എന്ന് തന്നെ എനിക്ക് പറയാം. ബിക്കോസ് ഈ കംപ്ലീറ്റ് പാർട്ടി ഓർഗനൈസ് ചെയ്തത് എബിയും എബിയുടെ ഫ്രണ്ട്സും കൂടിയിട്ടാണ്. ദ വേ ദേ ഓർഗനൈസ് ദ പാർട്ടി, അതായത് ഓരോ കുട്ടികളും വരുമ്പോൾ അവർ ഓരോ ഐറ്റം കൊണ്ടുവന്നാണ് വന്നേക്കുന്നത്. അത് പോയി പാരൻസിനോട് മേടിക്കാനും അത് കൊണ്ടുവരാനും അത് പ്രോപ്പറായിട്ട് ചെയ്യാനുമുള്ളൊരു കഴിവുണ്ടല്ലോ. സോ ദേ ആർ കേപ്പബിൾ. ബിക്കോസ് അവരുടെ ലൈഫിലേക്ക് വരണമെന്ന് മാത്രം. അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും അടിപൊളിയായിട്ട് അവർ ജീവിക്കും, നമ്മളെക്കാളും ബെറ്റർ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ജീവിക്കും. അതിന് അവർക്ക് നമ്മളിലൊരു വിശ്വാസവും നമുക്ക് അവരിൽ ഒരു വിശ്വാസവും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് അധികം എടുത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവർ ഫ്രണ്ട്സ് കൂടെ കളിക്കാനും എൻജോയ് ചെയ്യാനും വന്നേക്കാണ്. ആ സമയത്ത് ഞാൻ ഇപ്പോഴും വീഡിയോ അവരുടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അത്ര ശരിയായ ഏർപ്പാടല്ല എന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ ഗെയിം ബാക്ക് ചെയ്തു. അവരതിന് ശേഷം ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഗെറ്റ് ടുഗദർ അങ്ങ് നീണ്ടുപോയി, അങ്ങ് രാത്രി വരെ. എവിടെ പാർട്ടി എന്ന് കഴിഞ്ഞാലും എൻ്റെ നല്ലവനായ ഇംഗ്ലീഷുകാരൻ ഇവിടെ പിറ്റേ ദിവസം രാവിലെ മോർണിംഗിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാണും. എന്തായിരുന്നു ഇന്ന് ഇവിടെ നല്ല ബഹളം എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി ആയപ്പോൾ ഞാൻ ഇച്ചിരി കോഷ്യസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്.